ഈ ഭഗവത്ഗീത പലരും തെറ്റായി ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ യോഗാദിനമൊക്കെ വരുമ്പോഴാണ് അടിച്ചു വീശി പറയുക, യോഗ കർമ്മസു കൗശലം, കർമ്മങ്ങളിലെ കുശലതയാണ് യോഗമെന്ന് ഗീത പറഞ്ഞിരിക്കുന്നു എന്ന്. നോക്കൂ, ഭഗവത്ഗീത നമ്മൾ ഈ കാണുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ടുള്ള യോഗയെക്കുറിച്ച്, യോഗയെക്കുറിച്ചല്ല പറയുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അർജുന വിഷാദ യോഗം. എന്താണ് ഗീതയിൽ പറയുന്ന യോഗം? യോഗ ശബ്ദം ഉത്പന്നമായിട്ടുള്ളത്, അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ധാതു യുജിര് എന്നാണ്. ധാതു യുജിര്. അങ്ങനെയാണ് ധാതുവിൻ്റെ പൂർണ്ണ രൂപം. ഇപ്പോൾ ഈശ്വരൻ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണല്ലോ, എൻ്റെ ഈശ്വര എന്നൊക്കെ ഉള്ളത്. ഈശ്വരൻ സംസ്കൃത ശബ്ദമാണ്. ഈശ്വരൻ എന്നുള്ള ശബ്ദത്തിൻ്റെ ഈശ്വരൻ പദത്തിൻ്റെ ധാതു എന്താണ്? ഈട്ട് എന്നാണ്. ഈട്ട് ഭരണേ എന്നാണ്. വര എന്നുള്ള പ്രത്യയം അതിനോട് ചേരുന്നു. അപ്പം അതിൻ്റെ ഇങ്ങനെ രണ്ടെണ്ണം ചേരുന്ന സമയത്ത് ഈശ്വര എന്ന പദം രൂപപ്പെടും. വാക്കിൻ്റെ അർത്ഥം ഭരണശ്രേഷ്ഠൻ എന്നാണ്. അതുകൊണ്ടാണ് രാജാവിനെ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ യോഗ ശബ്ദത്തിന് യുജിര് സമാധൗ, യുജിര് മേളനെ, രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് സമാധൗ എന്ന് പറഞ്ഞാൽ സമാധി, ധീയുടെ സാമ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സാമ്യാവസ്ഥ, സമബുദ്ധി, സമം ഹി ബ്രഹ്മ, സർവത്ര ബ്രഹ്മദർശനം, അതാണ് സമദർശനം. അവിടെയും നമുക്ക് അപകടങ്ങൾ പറ്റാറുണ്ട്. സമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ എന്ന് കാണും, അതും തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ അതിലെ ഒരു വശപശ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുന്നത് അവിടെയാണ്. ഇതിനെയൊക്കെ ഞാൻ സമമായി കാണുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ ഈക്വലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല.